ഹായ് ഫ്രണ്ട്സ്, വഴിയോരക്കാഴ്ചകളിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വടാട്ടുപാറയാണ്. വടാട്ടുപാറയിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. വടാട്ടുപാറയിലെ വാട്ടർഫാൾസ് കാണാനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഇന്ന് എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഫ്രണ്ടാണുള്ളത്, സൂരജുമായിട്ടാണ് ഞാൻ ഇന്ന് എൻ്റെ യാത്ര പോകുന്നത്. ഇന്ന് വടാട്ടുപാറ വാട്ടർഫാൾസ് ആണ്. ഇത് കാട്ടിലൂടെയുള്ള ഒരു വഴിയായിട്ട്. ഇതിപ്പോൾ നമ്മൾ പൂതത്താങ്കെട്ട് വന്നു. പൂതത്താങ്കെട്ട് നിന്ന് 6 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഫാൾസിൽ ചെന്നിട്ട് നമുക്ക് കാണാം. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വടാട്ടുപാറ റൂട്ടാണ് കേട്ടോ. വടാട്ടുപാറ ഫാൾസിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ കോതമംഗലത്തിൽ നിന്ന് നമ്മൾ ഭൂതത്താങ്കെട്ട് വന്നു. ഭൂതത്താങ്കെട്ടിൽ നിന്നാണ് അവിടുന്ന് 6 കിലോമീറ്റർ ആണ് ഈ കാട്ടിലൂടെയുള്ള ഈ യാത്ര. ആനകളെ കല്ലെറിയുകയോ പ്രകോപിക്കുകയോ ചെയ്യരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ റോഡിൽ നിന്ന് റൈറ്റിലോട്ടാണ് കേട്ടോ നമ്മളിനി പോകേണ്ടത്. ഹലോ, ഈ വടാട്ടുപാറ വാട്ടർഫാൾസ് ആണോ? അറിയില്ല. ഓക്കെ ചേട്ടാ, ഈ വടാട്ടുപാറ വാട്ടർഫാൾസ് വെള്ളച്ചാട്ടമില്ലേ? ഈ വഴിയാ പുറകെ കൂടി അല്ലേ? ശരി. ഇതാണ് കേട്ടോ വാട്ടർഫാൾസ്, നമ്മുടെ വടാട്ടുപാറ. കാണുന്നതാണ് നമ്മുടെ ശിക്കാരി ശംഭു മൂവിയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണിത്. എൻ്റെ ലൊക്കേഷനാണിതെല്ലാം. ഇതേ ആ കാണുന്ന ഒരു തോട് കണ്ടോ, അവിടെ കാണുന്നത് ആ തോട്ടിൽ നിന്നുള്ള വെള്ളമാണ് ഇങ്ങോട്ട് ഒഴുകി വരുന്നത്. ഇത് നേരെ താഴത്തോട്ട് ഒഴുകുവാണ്. അല്ലെ ഒഴുക്കുണ്ടോ? എങ്ങനെയുണ്ട്? ഒഴുകിപ്പോവരുതേ, പതുക്കെ മതി. ഇപ്പോൾ ഇത് 2 വഴിയായിട്ടാണ് കേട്ടോ വരുന്നത്. ഇപ്പോൾ ആദ്യം കണ്ട ഒരു തോടുണ്ട്, അതിൽ നിന്നും വെള്ളം ഒഴുകി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഇത് വേറൊരു തോടാണിത്, അതിലൂടെയും ഇങ്ങോട്ടുള്ള വെള്ളം ഒഴുകുന്നുണ്ട്. നല്ല കിടുവാ കേട്ടോ, ഒന്നും പറയാനില്ല. സ്റ്റാർട്ടിങ് തന്നെ ഫാൾസിൻ്റെ കണ്ടിട്ട് തന്നെ അടിപൊളി. ഇനി താഴത്തോട്ട് ഇറങ്ങാനുണ്ട്. പക്ഷെ ഇവിടെ ഈ മഴക്കാലമായതുകൊണ്ടേ തെന്നലൊക്കെ ഉണ്ട്. അതായത് ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, തെന്നി വീഴാനൊന്നും നിൽക്കരുത്. ഒരു രക്ഷയിലോട്ടോ, ഒന്നും പറയാനില്ല. അടിപൊളി വെള്ളച്ചാട്ടം. നമ്മളിപ്പോൾ മഴയൊന്നും ഇല്ലാത്ത സമയമായിരുന്നെങ്കിൽ, അതായത് എന്താ പറയുക, ഇച്ചിരി മഴയൊക്കെ കുറഞ്ഞ സമയത്തൊക്കെ ആണെങ്കിൽ ഇച്ചിരി ഒഴുക്ക് കുറയുമെന്ന് തോന്നണം. ഇതിപ്പോൾ നല്ല ഒഴുക്കാണ്. കുളിക്കാനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒഴുകിപ്പോവും. എന്താണെന്നറിയില്ല. താഴത്തോട്ടൊന്ന് ചെന്ന് നോക്കണം എങ്ങനെയാണെന്ന്. നമുക്കിനി താഴത്തോട്ട് ഇറങ്ങാനുണ്ട് കേട്ടോ കുറച്ച്. അതായത് ആ വെള്ളം ഒഴുകി നേരെ താഴത്തോട്ടാണ് പോകുന്നത്. അതിപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നേരെ താഴത്തോട്ട് ഇറങ്ങുവാണ്. കാട്ടുപോത്താണോ നിൽക്കണേ? അല്ല, അതിവിടെ വളർത്തണ പോത്താട്ടോ. ഒരു പോത്ത് അവിടെ നിൽപ്പുണ്ട്. ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പതുക്കെ നടക്കണം. നല്ല തെന്നലുണ്ട്. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നേരെ താഴത്തെത്തും. അതേപോലെ തെന്നലുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ വ്യൂ പോയിന്റുകളൊക്കെ എന്താ പറയുക, അടിപൊളിയായിട്ടാ, കിടുവാണ്. ഒരു സൈഡ് കാടാണ് ആ കാണുന്നത്.
ആ താഴത്തോട്ട് ഇറങ്ങിയപ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. എന്റെ പൊന്നോ, പൊളി, ഒരു രക്ഷയില്ല. നമ്മുടെ അളിയച്ചാര് ഒരു വീഴ്ച കഴിഞ്ഞേ. ഞാനോർത്തത് കിടന്നു നിന്ന് ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞ് ആദ്യം ഇരുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ മനസ്സിലായത് ആള് വീണതാണെന്ന്. ആ വീണതിന്റെ അടയാളങ്ങൾ കണ്ടാ, ചെളിയൊക്കെ പിടിച്ച് പാൻസിലൊക്കെ ചെളിയായി. അളിയോ, അടിപൊളി സ്ഥലം കേട്ടോ, ഒന്നും പറയാനില്ല സ്ഥലമാണ്. അതായത് നല്ല സീനറിയാണ് നമുക്കിവിടെ. അതായത് എന്താണ് ഇവിടെ ഒരു ചിക്കാരി ചമ്പുവിന്റെ ഷൂട്ടിംഗ് ഇവിടെയാണ്. ആ വീടൊക്കെ സെറ്റ് ചെയ്തതൊക്കെ ഇവിടെയാണ്, ചിക്കാരി ചമ്പുവിന്റെ. അതേപോലെ തന്നെ എന്താ പറയാ, ഒരുപാട് സീൻസ് ചിക്കാരി ചമ്പുവിന്റെ ഇവിടെ ഷൂട്ട് ചെയ്തതാണ്. എന്താ അൽക്കിനു അല്ല, അതായത് ഈ താഴത്ത് നമുക്ക് കുളിക്കാൻ പറ്റുന്ന സംഭവമാണ്. അതായത് മഴയൊക്കെ കുറയുന്ന സമയത്ത് ഇവിടെ നന്നായിട്ട് കുളിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്, ചെറിയൊരു ഇതാണ്. പക്ഷെ ഇപ്പൊ കുളിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒഴുകി പോകും. അതുകൊണ്ട് ആരും വെള്ളത്തിൽ ഇറങ്ങരുത്. ഈ കാണുന്ന ഫാൾസിന്റെ അപ്പുറത്തെ സൈഡ് ഇപ്പൊ നമ്മൾ നേരെ ഫ്രണ്ടിൽ കാണുന്നില്ലേ, അത് ഫോറസ്റ്റ് ഏരിയ ആണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ആന കയറാതിരിക്കാനുള്ള കമ്പിവേലിയാണ് ഈ കെട്ടിവെച്ചിരിക്കുന്നത്. ഒരു മരം നിൽക്കണം നോക്കിയേ, അടിപൊളി. ആ മഴ വീണു കേട്ടോ, പണിമുടക്കാക്കി. ഒരു രക്ഷയില്ല കേട്ടോ, പൊളിയാണ്, പൊളി. ഇവിടെ വരാത്തവർ ഇവിടെ വരണം കേട്ടോ, നല്ല അടിപൊളിയാണ്. ഫ്രണ്ട്സ്, നമ്മുടെ വഴിയോരക്കാഴ്ചകൾ വീഡിയോസിലെ വടാട്ടുപാറ ഫാൾസ്, അതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ പോകുന്നു, നമ്മളിവിടെ എത്തി. നല്ല അടിപൊളി കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു ഇവിടെ. എന്താ പറയാ, ഒന്നും പറയാനില്ല. നമ്മള് വാഴച്ചാല് പുറയിൽ പോകും. പിന്നെ ഇവിടെ ഒരുപാട് നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഇവിടെ മിക്ക സ്ഥലത്തും ബിയറിന്റെ ബോട്ടിലുകള് ഇതൊക്കെ തല്ലിപ്പൊടിച്ചൊക്കെ ഇട്ടേക്കുവാണ്. അപ്പൊ നമ്മൾ നടക്കുന്നവർ ശ്രദ്ധിക്കണം. അത് മാത്രമല്ല, ഇതേപോലെ വന്ന് ഇതേപോലുള്ള ഒരു നല്ല ടൂറിസ്റ്റ് പ്ലേസ് ഇതേപോലെ പ്ലാസ്റ്റിക് കവറും അതുപോലെ തന്നെ ഈ കുപ്പികളൊക്കെ പൊട്ടിച്ച് ഇടുന്നതൊന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. എന്റെ മാത്രമല്ല, അത് നമ്മളെല്ലാരും അങ്ങനെ ചെയ്യണം. വെള്ളത്തിന്റെ ഒഴുക്ക് കൂടി ഇതേ കളറൊക്കെ ചേഞ്ച് ആയി കേട്ടോ. പണി കിട്ടിയെന്നാ തോന്നണേ. അളിയ പതുക്കെ വന്നാ മതി കേട്ടോ, ശ്രദ്ധിച്ചേ. ഫ്രണ്ട്സ്, ഞങ്ങള് ശരിക്കും പെട്ട് നിൽക്കുന്ന സീനാണ് കേട്ടോ. കാര്യം ഞങ്ങൾ അപ്പുറത്തക്കരയിലായിരുന്നു ആദ്യം. പക്ഷെ ഇങ്ങോട്ട് വരാനായിട്ടേ, ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും എന്താ പറയാ, വെള്ളത്തിന്റെ ശക്തി അങ്ങോട്ട് കൂടി. എന്താ പറയാ, ഇപ്പൊ കലക്ക വെള്ളം അടിച്ചു കയറി വരുന്നത്. നല്ല ഫോഴ്സ് ആയിരുന്നു, ഒരു രക്ഷയില്ല. ഒരു വിധത്തിലാണ് ഞങ്ങൾ ഇപ്പുറത്ത് എത്തിയത് കേട്ടോ. അപ്പോൾ വരുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കണം. മഴക്കാലത്തൊക്കെ മാക്സിമം അപ്പുറത്തെ സൈഡിലോട്ട് പോകാണ്ടിരിക്കുക. ഈ സൈഡിൽ നിന്ന് തന്നെ ആസ്വദിക്കുക. ഈ സൈഡും എന്താ പറയാ, നമുക്ക് ഒരുപാട് കാണാനുള്ള, നമ്മൾ പോയ അതേ സ്ഥലത്തെ വ്യൂ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടും. നമ്മള് ഇത് കണ്ടോ, ഇപ്പൊ
കലക്ക വെള്ളം വരുന്നത് ശരിക്കും പെട്ട സീനാ. നല്ല ഒഴുക്കെന്ന് പറഞ്ഞാൽ നല്ല ഒഴുക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ അടുത്ത വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരെയും ബൈ.